ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ചോപ്സ് മസാലയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടൺ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പട്ട, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇത് ഇത്രയും കൂടിയിട്ട് വറുത്ത് പൊടിച്ചെടുക്കും. ചൂടാക്കിയ പാനിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്ത മസാലയാണ്. 3 സവാള ഇത് സ്ലൈസ് ചെയ്തെടുക്കണം, 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, 1/4 കപ്പ് കട്ടിയുള്ള തൈര്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള മല്ലിയില. പാൻ ചൂടാകുമ്പോഴേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോഴേക്ക് ഇതിലേക്ക് 4 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം സവാള ചേർത്തത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് പാത്രം മൂടി ഒരു 15 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കാം. ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ടൊമാറ്റോയും സോൾട്ടും ചേർക്കുന്നത്. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം, ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. പാത്രം മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ഇത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. വീണ്ടും ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഈ മുളക് പൊടിയും ഗരം മസാല പൊടി ചേർത്ത് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മട്ടൺ ചോപ്സിലും ഒട്ടും വെള്ളം ചേർക്കത്തില്ല. മട്ടണിൽ നിന്നിറങ്ങിയ ചാറാണിത്, അതാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മട്ടൺ ചോപ്സ് മസാല ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.